എന്താടി നിന്റെ മുഖം ഇങ്ങനെ? വരതയുമായി പോവാനിറങ്ങിയ ഹരി സീതയെ നോക്കി പതിയെ ചോദിച്ചു. അവളുടെ കണ്ണുകൾ തിണ്ണയിൽ ലല്ലുമോളെയും മടിയിൽ വെച്ചിരിക്കുന്ന കണ്ണന് നേരെ നീണ്ടു. അവളോടെന്തോ കൊഞ്ചി പറഞ്ഞ് ചിരിക്കുകയാണവൻ. കണ്ണേട്ടൻ കണ്ണേട്ടന് ഇവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനാവുമോ ഹരി? വേണ്ടായിരുന്നു, ആൾക്ക് ബുദ്ധിമുട്ടായി കാണും. സീത വിഷമത്തോടെ പറയുന്നത് കേട്ട് ഹരി നടുവിന് കൈകുത്തി നിന്നിട്ട് അവളെ നോക്കി. അല്ല, വലിയ വീട്ടിലൊക്കെ നിന്നിട്ട്. അവൻ്റെ നോട്ടം കണ്ടിട്ട് സീത വിക്കി. അവൻ വലിയ വീട്ടിലെ ചെക്കനാണെന്ന് നിനക്കറിയാൻ പാടില്ലായിരുന്നു. അവൻ്റെ സ്വരം കൂർത്തു. സീതയുടെ മുഖം കുനിഞ്ഞു. അതറിഞ്ഞിട്ട് തന്നെയല്ലേ നീ അവനെ സ്നേഹിച്ചതും അവൻ്റെ മാല കഴുത്തിലിട്ട് നടന്നതും? സീത വിളറിക്കൊണ്ട് അവനെ നോക്കി അതേന്ന് തലയാട്ടി. അവളുടെ ആ ഭാവം കണ്ടിട്ട് ഹരിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് അവനങ്ങ് സഹിച്ചോളും. നീ വെറുതെ അതോർത്ത് ബുദ്ധിമുട്ടാവണ്ട കേട്ടോടി. സീതയുടെ തലയിൽ ഒരു കൊട്ടുകൊടുത്തുകൊണ്ട് ഹരി പറഞ്ഞു. സീത വീണ്ടും കണ്ണനെ പാളി നോക്കി. ആ പിണക്കം അത് ന്യായമാണ് സീതെ. അവൻ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്, നിന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. നീ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കേണ്ടി വന്നപ്പോൾ വേണ്ടായിരുന്നു. നിനക്ക് വേണ്ടിയാണ് അവൻ ബാംഗ്ലൂർ വിട്ട് വന്നത്. നിനക്ക് വേണ്ടിയാണ് അവൻ ഈ കുഴപ്പങ്ങളെല്ലാം തലയിൽ എടുത്തു വെച്ചത്. എന്നിട്ടും പകരം കിട്ടിയത് അതാണ് അവനെ വേദനിപ്പിച്ചത്. ഹരി പറഞ്ഞത് കേട്ട് സീതയുടെ കണ്ണ് നിറഞ്ഞു. ഹരി, ഞാൻ ആ അവസ്ഥ അവനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്നതായിരുന്നു അവളുടെ മനസ്സിൽ. സാരല്ല, എല്ലാം ശരിയാകും. എനിക്ക് മനസ്സിലാവും നിന്റെ അവസ്ഥയെ. അവനും അറിയാം. പിന്നെ ആ പിണക്കം അത് നീ കാര്യമാക്കണ്ട. അവൻ അത്രയും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, അങ്ങനെ കരുതിയാൽ മതി. നീയൊന്ന് കൊഞ്ചിച്ചാൽ തീരാവുന്ന ആയുസ്സേ അതിനുള്ളൂ. അവന് നീയെന്നാൽ അവൻ്റെ എല്ലാം എന്നുകൂടിയാണ്. നിനക്കൊപ്പം നിന്റെ പരിമിതികളെ കൂടി സ്നേഹിച്ചവനാണ് കണ്ണൻ. അവനെ നീ വേദനിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്ന പോലെ അവനും വിശ്വസിക്കുന്നുണ്ട്. നീ മാറ്റി നിർത്തിയ ഒരു കുഞ്ഞു പരിഭവം, അതിനെ വളർത്തി വലുതാക്കരുത് നീയും അവനും, മനസ്സിലായോ? ഹരി അവളുടെ കവളിൽ തട്ടി. പോട്ടെ, അമ്മ കാത്തുനിന്ന് മടുത്തു. ഹരി ചിരിയോടെ സീതയുടെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. സീത തലയാട്ടി. കണ്ണാ, പോയിട്ടാ? ഹരി കൈയുയർത്തിക്കൊണ്ട് പറഞ്ഞു. ശരിയടാ. കണ്ണനും വിളിച്ചു പറഞ്ഞു. ലല്ലൂസ്. ഹരി അവളെ നോക്കി കയ്യിലൊരു ഉമ്മ കൊടുത്തു. അത് കണ്ടിട്ട് അവളും. പാർവതിക്ക് വേണ്ടി അവൻ്റെ കണ്ണുകൾ ആകെയൊന്ന് പരതിയെങ്കിലും അവളെ അവിടെയെങ്ങും കണ്ടുകിട്ടിയില്ല. അടുക്കളയിലാകും. ഹരി പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ ഇറങ്ങിപ്പോയി. ഒരു നിമിഷം കൂടി അവിടെ തന്നെ നിന്നിട്ട് സീത പതിയെ ഉമ്മറത്തേക്ക് കയറി. അടുത്തു പോയി നിന്നിട്ടും കണ്ണൻ ലല്ലുമോൾക്ക് ഫോണിൽ എന്തോ കാണിച്ചു കൊടുക്കുന്നത് കണ്ടിരുന്നു. അവളെ നോക്കുന്നത് കൂടിയില്ല. സീതയുടെ ചുണ്ടുകൾ പരിഭവം കൊണ്ട് കുർത്തു. അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. കടക്കണ്ണുകൊണ്ട് അവളെ നോക്കിയ കണ്ണൻ ആ ഭാവം കണ്ടിട്ട് അമർത്തി ചിരിച്ചു. കഞ്ഞിയൊക്കെ കുടിക്കുവോടെ? പാറു അടുക്കള സ്ലാബിൽ ചാരി പരിഭ്രമത്തോടെ സീതയെ നോക്കി. പിന്നെന്താ ചേച്ചി, അങ്ങേരും മനുഷ്യൻ തന്നെയല്ലേ? അവളും മേശയിലേക്ക് ചാരി നഖം കടിച്ചു. പാറുവിനോട് അങ്ങനെ പറഞ്ഞുവെങ്കിലും അവനതൊരു ബുദ്ധിമുട്ടാവുക എന്നുള്ള വല്ലായ്മ സീതയിലുമുണ്ട്. അച്ചോ കിടന്നോടേ ചേച്ചി? സീത ചോദിച്ചു. അവന് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ, ഞാനിച്ചിരി കഞ്ഞിയെടുത്ത് കൊടുത്തു. അത് കുടിച്ചിട്ട് അവൻ കിടന്നു. പാർവതി മറുപടി കൊടുത്തു. നിനക്ക് പേടിയില്ലായിരുന്നോ സീതെ ഒറ്റയ്ക്ക് പോകാൻ? ഹരിയെല്ലാം വരതയോട് പറയുന്നത് കേട്ടിട്ട് തന്നെ പാറുവിൻ്റെ ശരീരം തളർന്നു പോയതുപോലെയായിരുന്നു. എന്തിന് ചേച്ചി? ഭയത്തോടെ ഏതൊരു കാര്യത്തെയും സമീപിച്ച ആ കാര്യം കൂടി നമ്മളെ ഭയപ്പെടുത്താൻ നോക്കും. സീത നിസ്സാരമായി പറഞ്ഞു. പിന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഈ ലോകത്ത് ജീവനോടെ ഉണ്ടെങ്കിൽ ഹരിയും കണ്ണേട്ടനും വരുമെന്ന്, എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമെന്നും. സ്വന്തം സൗഹൃദത്തിലും പ്രണയത്തിലുമുള്ള വിശ്വാസം സീതയുടെ കണ്ണിൽ തെളിഞ്ഞു. പെട്ടെന്നാണ് ലല്ലു അങ്ങോട്ട് വന്നിട്ട് സീതയെ തോണ്ടിയത്. എന്താ ലല്ലൂസേ? സീത അവൾക്കൊപ്പം കുനിഞ്ഞു. അങ്കിളിന് വിശക്കുന്നുവെന്ന് ലല്ലു വലിയ ഗൗരവത്തോടെ പറഞ്ഞു. അവളുടെ ഭാവം കണ്ടിട്ട് സീതയ്ക്കും പാറുവിനും ചിരി വന്നിരുന്നു. നിന്റെ അങ്കിൾ പറഞ്ഞിട്ടാണോടി ഈ മോന്തയെ ഇങ്ങനെ കലിപ്പിച്ച് പിടിച്ചിരിക്കുന്നത്? സീത അവളുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. ലല്ലുമോൾ അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വീണ്ടും ഉമ്മറത്തേക്ക് തന്നെ നടന്നു. സീത ചിരിയോടെ പാറുവിനെ നോക്കി. കഞ്ഞി കൊടുക്കാം ഇല്ലേടി? പാറു വീണ്ടും ആശങ്കയോടെ ചോദിച്ചു. ആ ചേച്ചി, അല്ലാതിപ്പോൾ ഈ നേരത്ത് വേറെന്ത് കിട്ടും? സീത റാക്കിൽ നിന്നൊരു പാത്രം വലിച്ചെടുത്തുകൊണ്ട് പാറുവിൻ്റെ നേരെ നീട്ടി. കഞ്ഞിയും പയറും, പിന്നെ ആ നേരം കൊണ്ട് പാർവതി ധൃതിയിൽ ഉണ്ടാക്കിയെടുത്ത ചമ്മന്തിയും 2 പപ്പടവും. ഹാളിലെ മേശയിൽ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് സീത പോയി കണ്ണനെ വിളിച്ചു.
അവളെയൊന്ന് നോക്കുക കൂടി ചെയ്യാതെ അവൻ ലല്ലുവിനെയും പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് ചെന്നു. അവിടെ തന്നെയുള്ള വാഷ് ബേസിൽ നിന്നും കൈ കഴുകി കണ്ണൻ കഴിക്കാനിരുന്നു. കഞ്ഞിയാണ് കണ്ണ, ഇഷ്ടാവോ എന്നറിയില്ല. ഇന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയ അവസ്ഥയിലല്ലായിരുന്നല്ലോ. പാറു വല്ലായ്മയോടെ കണ്ണനെ നോക്കി. എനിക്കിഷ്ടമാണ് പാറു കഞ്ഞി. എനിക്കെൻ്റെ അമ്മ ഉണ്ടാക്കി തരായിരുന്നു. അമ്മ പോയതോടെ എൻ്റെ ഇഷ്ടങ്ങളും പോയി. കണ്ണൻ ചെറിയൊരു ചിരിയോടെ പറഞ്ഞത് കേട്ട് സീതയുടെയും പാറുവിൻ്റെയും മുഖം മങ്ങി. അജു കിടന്നോ? കണ്ണൻ ചോദിച്ചു. ഉവ്വ്, അവന് നല്ല ക്ഷീണമുണ്ട്. പാറു അവന് മുന്നിലെ പാത്രത്തിൽ കഞ്ഞി പകർന്നു. വല്ലോം കഴിച്ചു അവൻ? കണ്ണൻ വീണ്ടും ചോദിച്ചു. മരുന്ന് കഴിച്ചോ? നിങ്ങൾ കഴിച്ചോ? ഇല്ല, കഴിക്കണം. ചുവരിൽ ചാരി കൈനീട്ടി നിൽക്കുന്ന സീതയെ ഒന്ന് പാളി നോക്കി പാറു. കണ്ണൻ അവളെ നോക്കുന്നേയില്ലായിരുന്നു. എങ്കിൽ ഇവിടെ തന്നെ ഇരുന്നൂടെ? ഇനി എപ്പോഴാ? ഇപ്പോൾ തന്നെ ഒത്തിരി വൈകി. കണ്ണൻ വീണ്ടും ചോദിച്ചു. നീ കഴിക്ക് കണ്ണ, ഞങ്ങൾ കഴിച്ചോളാം, പാറു ചിരിയോടെ പറഞ്ഞു. എങ്കിൽ പോയിട്ട് കഴിക്ക് രണ്ടും. എനിക്ക് വേണ്ടത് ഞാനെടുത്ത് കഴിച്ചോളാം, കണ്ണൻ പറഞ്ഞു. വീണ്ടും അവിടെ നിന്ന് അവരെ അവൻ നിർബന്ധിച്ചു കഴിക്കാൻ പറഞ്ഞു വിട്ടു. ലല്ലു അവനൊപ്പം തന്നെ അവിടെ പറ്റിക്കൂടി. അങ്കിളിന് കുളിക്കണം. സീതയും പാറുവും അടുക്കളയിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിലിക്കൽ അതേ ഗൗരവത്തോടെ ലല്ലു വീണ്ടും പ്രത്യക്ഷപ്പെട്ടത്. അവളും അവളുടെ ഒരു പരട്ട അങ്കിളും രണ്ടിനെയും കൂടി എടുത്ത് ചവിട്ടി കൂട്ടും ഞാൻ, കേട്ടോടി. സീത ലല്ലുവിന് നേരെ കണ്ണുരുട്ടി. വേഗം വേണം, അങ്കിൾ കാത്തു നിൽക്കുക. യാതൊരു കൂസലും കൂടാതെ ലല്ലു അത് പറഞ്ഞ് തിരികെ നടന്നു. സീത അവളെ കൂർപ്പിച്ചു നോക്കുന്നത് കണ്ടിട്ട് പാറു അടക്കി ചിരിച്ചു. ചെല്ല്, സീതയെ നോക്കി പാറു പറഞ്ഞു. സീത കൈ കഴുകിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. പിറകുവശത്താണ് ബാത്റൂം. അവന് പിന്നിൽ വന്നു നിന്നിട്ട് സീത പറഞ്ഞു. കണ്ണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിലുള്ള തോർത്ത് അവൻ്റെ നേരെ നീട്ടി. സീത തന്നെയാണ് മുറ്റത്തേക്കിറങ്ങി ആദ്യം നടന്നത്. അവൾക്ക് പിറകെ അമർത്തിപ്പിടിച്ച ചിരിയോടെ കണ്ണനും. അടുക്കള വശത്തുള്ള ബാത്റൂമിലേക്ക് കണ്ണൻ കയറിപ്പോയിട്ടാണ് സീത അകത്തേക്ക് കയറിയത്. അർജുൻ സുധാകരൻ്റെ മുറിയിലാണ് കിടന്നത്. പാറു അമ്മമ്മയുടെ മുറിയിലേക്കും പോയി. സീത അവരുടെ മുറിയിലെ കിടക്കവിരിയെല്ലാം മാറ്റി വിരിച്ചിട്ട് ഉമ്മറത്തെ തിണ്ണയിലിരുന്ന കണ്ണൻ്റെ ബാഗ് കൂടി അവിടെ കൊണ്ടുവന്ന് വെച്ചു. അവൻ്റെ മൗനം പടർത്തിയ നിരാശ അവളെ ചുഴഞ്ഞു നിൽക്കുന്നുണ്ട്. ഇനി എന്ത് പറഞ്ഞിട്ടാണ് ഈ പിണക്കമൊന്ന് മാറ്റുന്നതെന്ന് ഓർത്തുകൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. കണ്ണൻ കുളിച്ച് കഴിഞ്ഞു വരുമ്പോൾ ഹാളിലെ മേശ തുടച്ചുകൊണ്ട് പാറു നിൽക്കുന്നുണ്ട്. അവനെ കണ്ടിട്ട് അവളൊന്ന് ചിരിച്ചു. ലല്ലു ഉറങ്ങിയോ പാറു? കണ്ണൻ ചോദിച്ചു. ഇന്ന് ഇത്രയും നേരം ഇരുന്നത് തന്നെ നിന്റെ കൂടെ കൂടിയിട്ടാ, പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ, ആ മുറിയിൽ കിടന്നു. സൗകര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. കണ്ണൻ വീണ്ടും എത്തി നോക്കുന്നത് കണ്ടിട്ടാണ് പാർവതി അവന് നേരെ ഒരുക്കിയ മുറിയിലേക്ക് ചൂണ്ടി പറഞ്ഞത്. ഇതേ സൗകര്യത്തിൽ തന്നെയല്ലേ നിങ്ങളും ഇത്രയും കാലം ജീവിച്ചത്? നോ പ്രോബ്ലം, അവൻ കണ്ണടച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഹരിയുടെ കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനം. അത് വൈകുന്നത് റിസ്ക്കാണ് കേട്ടോ. പെട്ടെന്നുള്ള കണ്ണൻ്റെ സംസാരത്തിന് മുന്നിൽ പാറു പകച്ചു നിന്നു. അവൾ അവന് നേരെ നോക്കി. ഇന്ന് ഗിരീഷിനെ കണ്ടിരുന്നു. കണ്ണൻ്റെ വാക്കുകൾ. പാറു വിറച്ചുകൊണ്ട് മേശയിലേക്ക് ചാരി. അവൻ്റെ നോട്ടം ലല്ലുമോളിലാണ്. അവളിൽ കൂടി നിന്നെ കൂടെ കൂട്ടാൻ. അവൻ്റെ സെക്കൻഡ് മാരേജിൽ കുട്ടികളില്ല. സ്വന്തം കുഞ്ഞുണ്ടാകുമ്പോൾ ഇനി വേറെ ഒന്നിനെ ദത്തെടുക്കുന്നത് എന്തിനാ എന്നാണ് അവൻ്റെ ചോദ്യം. കണ്ണൻ്റെ വെളിപ്പെടുത്തലിനു മുന്നിൽ പാറു നടുങ്ങിപ്പോയിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനത് എളുപ്പമാണ്. നീയും കുഞ്ഞും തനിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് നീ ഹരിയുടെ കൂടെ പോണം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് നേരിടാം. മോളെ അമ്മ കൂടെ ഇല്ലാതെ ഈ പ്രായത്തിൽ എന്തായാലും അച്ഛനൊപ്പം വിടില്ല. കണ്ണൻ പറയുന്ന ഓരോ വാക്കുകളും പാറുവിൻ്റെ ഉള്ളിൽ വലിയ വിള്ളലുകൾ സൃഷ്ടിച്ചു. അവൾ ഭയത്തോടെ അവനെ നോക്കി. പേടിക്കണ്ട, ഒന്ന് കരുതിയിരിക്കാൻ ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഒന്നും ഉണ്ടാവില്ല, ഞങ്ങളൊക്കെയല്ലേ. കണ്ണൻ അലിവോടെ അവളെ നോക്കി. എൻ്റെ മോള്. പാറു വിങ്ങി. മോൾക്കൊന്നും വരില്ല. ജീവനുള്ളിടത്തോളം കാലം ഹരി അതിന് സമ്മതിക്കുകയുമില്ല. ലല്ലുമോൾ അവൻ്റെ കുഞ്ഞാണ്. ഇനി അങ്ങനെ മതി ലല്ലുമോൾക്കുള്ള മേൽവിലാസം, കണ്ണൻ ഉറപ്പോടെ പറഞ്ഞു. പാറു ഒന്നും പറയാതെ മുഖം കുനിച്ചു. അടുക്കളവാതിലിക്കൽ കയ്യിലൊരു ജഗ്ഗുമായി നിൽക്കുന്ന സീതയെ നോക്കി ചുണ്ടൊന്ന് കൂട്ടിക്കൊണ്ടാണ് കണ്ണൻ അകത്തേക്ക് കയറിയത്. അവൾക്ക് അന്നേരം അവൻ്റെ തലയ്ക്കൊന്ന് കൊടുക്കാനാണ് തോന്നിയത്. ഇങ്ങനെയുണ്ട് ഒരു പിണക്കം. അവൾ ചുണ്ടു കുറിപ്പിച്ചു കൊണ്ടൊന്ന് അകത്തേക്ക് ചെന്നതും കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്നവൻ അവൾ ചെന്നതറിഞ്ഞ് കണ്ണുകൾ ഇറുക്കി അടച്ചു. സീത കയ്യിലുള്ള ജഗ് ജനൽപ്പടിയിൽ വെച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു. കള്ളുറക്കം നടിക്കുക. അവൾ പല്ല് കടിച്ചു. കണ്ണേട്ടാ, സീത പതിയെ വിളിച്ചു. കണ്ണു തുറക്കാതെ അവളൊന്ന് മൂളി. ഇങ്ങനെ മോന്ത വിറപ്പിച്ച് നടക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ലാട്ടോ.
എൻ്റെ കണ്ണേട്ടന് ആ പഞ്ചാരക്കുഞ്ച് ഭാവം തന്നെയാണ് കൂടുതൽ മാച്ച് ചെയ്യുന്നത്. അവൾ പറഞ്ഞത് കേട്ടിട്ട് അവനൊന്ന് കലിപ്പിച്ചു നോക്കി. നിന്ന് കുരയ്ക്കാതെ പോയി കിടക്കടി. അവൻ പല്ല് കടിച്ചു. സീതയുടെ മുഖം വാടി. അപ്പോൾ അത്രയും ആഴണ്ടല്ലേ എന്നോടുള്ള ദേഷ്യത്തിന്? അവൾ സങ്കടത്തോടെ ചോദിച്ചു. ഊഫ്, ഇവളെന്നെ വഴിതെറ്റിച്ചേ അടങ്ങൂ. മനുഷ്യൻ കടിച്ചു പിടിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ഈ ദുർഗാലക്ഷ്മിക്ക് അറിയോ? കണ്ണൻ എഴുന്നേറ്റിരുന്നു. ഞാനെല്ലാം പറയാന്ന് പറഞ്ഞില്ലേ. അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് പറഞ്ഞു പോയതാ. സീത വീണ്ടും അവനെ നോക്കി. കണ്ണൻ അവളെ ഒന്ന് അടക്കി പിടിക്കാൻ തോന്നി. പരിഭവം തീരുവോളം അവളിൽ ചുംബനങ്ങൾ വർഷിക്കാൻ തോന്നി. ഇപ്പോൾ ആ തോന്നലുകളൊന്നും അത്ര നല്ലതല്ലെന്നും അവനും തോന്നി. തൽക്കാലം ഈ പിണക്കം അതിനൊരു മറയാവട്ടെ എൻ്റെ ദുർഗാലക്ഷ്മി. ചുണ്ടിൽ ഊറിക്കൂടിയ ചിരി അവൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കടിച്ചമർത്തി. എനിക്കൊരു ദേഷ്യമില്ല. ഇപ്പോൾ പോയി കിടന്നു. നാളെ രാവിലെ സംസാരിക്കാം. ഞാനുണ്ടാകും ഇവിടെ, അതുപോരെ? അവൻ അലിവോടെ പറഞ്ഞു. സീതയുടെ മുഖം പൂനിലാവ് പോലെ തിളങ്ങി. ആ വാക്കുകൾ മതിയായിരുന്നു അവൾക്കുള്ള തണുപ്പിക്കാൻ. ചെല്ല്, ചേച്ചിയും അജുവും ഉള്ളതല്ലേ? കണ്ണൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. അവളെ പറഞ്ഞു വിടാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യമാണ്. ചെയ്തു തീർക്കാൻ ഇത്തിരി കാര്യങ്ങൾ കൂടിയുണ്ട്. അത് തീർത്തിട്ടേ നിന്നെ ഞാൻ എന്നോട് ചേർക്കൂ. അവനുള്ള മന്ത്രിച്ചു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. മുറിയുടെ വാതിലിൽ ചാരി നിന്നിട്ട് സീതയെ ഓർമ്മിപ്പിച്ചു. അവനൊന്ന് തലയാട്ടിക്കൊണ്ട് വീണ്ടും കണ്ണടച്ച് കിടന്നു. തൊട്ടരികിൽ അവളുണ്ടെന്ന ഓർമ്മ ഹൃദയതാളം തെറ്റിക്കുന്നുണ്ട്. പക്ഷേ കാത്തിരുന്നേ മതിയാവൂ. അവൻ തലയണയിൽ മുഖം പുഴ്ത്തി. പെട്ടെന്ന് അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. ഹരിയാണ്. കണ്ണന് ചിരി വന്നു അത് കണ്ടപ്പോൾ. അതേ ചിരിയോടെ തന്നെ അവൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. എന്താടാ നിനക്കൊരു ചിരി? ഫോൺ എടുത്തയുടൻ ഹരി ചോദിച്ചു. എനിക്കെന്താ, ചിരിച്ചൂടെ? കണ്ണനും മറുചോദ്യം എറിഞ്ഞു. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ കള്ളക്കണ്ണ. ഹരിയുടെ മുഖമോർത്തപ്പോൾ കണ്ണൻ്റെ ചിരി ഒന്നുകൂടി കൂടി. നിന്നോട് ആരാ ഇപ്പോൾ വിളിക്കാൻ പറഞ്ഞത്? കണ്ണൻ കള്ളത്തരത്തോടെ ചോദിച്ചു. സത്യം പറഞ്ഞോ? നിനക്ക് എന്തായിരുന്നു അവിടെ പണി? ഹരിയുടെ സ്വരം കൂർത്തു. പോടാ, അതൊക്കെ നിന്നോട് പറയാൻ എനിക്ക് അല്പം ചമ്മലുണ്ട്. കണ്ണൻ ചിരി അമർത്തി. മോഞ്ഞേ, അത് സീതാലക്ഷ്മിയാണ്. നിന്റെ ഒരു വിളച്ചിലും നടക്കില്ല. ഹരിയുടെ പുച്ഛം. മോഞ്ഞേ, ഇത് കണ്ണനാണ്. നീ ഇപ്പോൾ പറഞ്ഞ സീതാലക്ഷ്മി എൻ്റെ ഭാര്യയും പോരെ? കണ്ണനും വിട്ടുകൊടുത്തില്ല. നിന്റെ ആഗ്രഹം കൊള്ളാം. പോട്ടട മോനെ, സമയമായിട്ടില്ല. ഹരിയാണ് ഇപ്രാവശ്യം ചിരിച്ചത്. കണ്ണനും പിടിവിട്ട് ചിരിച്ചു പോയി. അവൾ ഗെറ്റ് ഔട്ട് അടിച്ചോ അതോ നീ അവളെ ഗെറ്റ് ഔട്ട് അടിച്ചോ? എന്താ ഉണ്ടായത്? ഹരി ചോദിച്ചു. രണ്ടുമല്ല. ഈ പിണക്കം ഇപ്പോൾ ഒരു മറയാണ് ഹരി. തൽക്കാലം ഇതിങ്ങനെ പോട്ടെ. കണ്ണൻ പറഞ്ഞു. അതൊക്കെ പോട്ടെ, നീ പാറുനോട് സംസാരിച്ചോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഓ, എന്താ ശുഷ്കാന്തി. ഇത് മുന്നേ കാണിച്ചിരുന്നുവെങ്കിൽ പെണ്ണിപ്പോൾ വീട്ടിലിരുന്നേനെ. അപ്പോൾ വെറുതെ ഇല്ലാത്ത ഓരോന്നോ ന്യായം പറഞ്ഞിട്ടല്ലേ? കണ്ണൻ കളിയാക്കി. മര്യാദയ്ക്ക് അവൾ എന്താ പറഞ്ഞതെന്ന് പറയടാ. ഹരി വീണ്ടും മുൾമുനയിൽ എന്നതുപോലെ ചോദിച്ചു. അതോർത്തുകൊണ്ട് ഇനി നീ ടെൻഷൻ ആവണ്ട. അതെല്ലാം നമ്മുടെ പ്ലാൻ പോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇനിയൊരു മുഹൂർത്തം നോക്കിയാൽ മതിയാകും. കണ്ണൻ പറഞ്ഞത് കേട്ട് ഹരി ഒരു നിമിഷം മൗനമായി. ഹലോ ഹരി, കാമുകൻ്റെ റിലേ പോയോ? കണ്ണൻ ചിരിയോടെ വിളിച്ചു ചോദിച്ചു. ഇല്ലടാ, പറ. ഹരി പറഞ്ഞു. ആ, ഇനി പറയാനൊന്നുമില്ല. മോൻ വെച്ചിട്ട് പോയേ. എനിക്കൊന്ന് ഉറങ്ങണം. 2 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട്. കണ്ണൻ ഓർമ്മിപ്പിച്ചു. ഓ ഓ, ആയിക്കോട്ടെ. തൽക്കാലം മോൻ അവളെയും സ്വപ്നം കണ്ട് കിടന്നുറങ്ങിക്കോ ട്ടാ. ഹരി വീണ്ടും ചിരിയോടെ പറഞ്ഞു. വേണമെന്ന് കരുതിയാ ഇന്ന് ഞാൻ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമായിരുന്നു. അവളെൻ്റെ കാമുകിയല്ലടേ, എൻ്റെ ഭാര്യയാണ്. ഞാൻ ആഗ്രഹിച്ച് താലി കെട്ടി സ്വീകരിച്ച എൻ്റെ സ്വന്തം. കൊല്ലങ്ങളോളം ആത്മാർത്ഥ പ്രണയത്തെ മനസ്സിലിട്ട് പൂട്ടിക്കൊണ്ട് നടക്കാൻ ഇത് ഹരിയല്ലാട്ടാ, കണ്ണനാണ്. അവനും ചിരിയോടെ ഓർമ്മിപ്പിച്ചു. ഹരിയുടെ പതിഞ്ഞ ചിരി കേട്ടുകൊണ്ട് തന്നെയാണ് കണ്ണൻ ആ ഫോൺ അവസാനിപ്പിച്ചതും.